ഡേയ് എന്ത് എന്തൊക്കെയാണ് വിശേഷം? എടാ എന്താ എന്ത് പ്രശ്നം? എന്ത് കാര്യം പറ. കുറച്ച് കാശിന് അർജന്റ് ആണ്, എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല നിൽക്കുകയാണ്. എടാ ഈ കാർ വാങ്ങിച്ചിട്ട് എത്ര നാളായി? എടാ അപ്പൊ ഇതിന് ഇ എം ഐ ക്ലോസ് ആയ അതെ ഇ എം ഐ ഉണ്ടോ? വല്ല ബൗൺസിങ് അങ്ങനെ എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ? ബൗൺസ് ചാർജ് അങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല ലിയാ, നീ കാര്യം പറയേ. എടാ നിന്റെ വണ്ടിക്ക് ഇപ്പൊ എത്ര മാർക്കറ്റ് വിലയുണ്ട് അറിയാമോ? ഒരു 10 ലക്ഷം രൂപ കിട്ടും. എടാ 10 ലക്ഷം രൂപ വരെ നിനക്ക് ഐ ഡി വാല്യൂ ഉണ്ടെങ്കിൽ നിനക്കൊരു ഈ ഒരു വണ്ടിക്ക് 10 ലക്ഷം രൂപ എക്സ്ട്രാ ലോൺ കിട്ടും. കളിച്ചുമ്പോ നീ കളിക്കല്ലേ, നീ എന്ത് കാര്യം പറഞ്ഞാണ് നീ? എടാ ഞാൻ സീരിയസ് ആയിട്ട് പറയണ, നീ നിന്റെ ഈ വണ്ടിയുടെ ഇ എം ഐ ഒരു 12 ഇ എം ഐ കറക്റ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വണ്ടിക്ക് ഒരു 200% വരെ ഇ എം ഐ കിട്ടും. ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഞാൻ എങ്ങനെ പറഞ്ഞു തരാം. 10 ലക്ഷം രൂപ കാറിന് 20 ലക്ഷം രൂപ ലോണാ. നീ പോയാടൊന്നും കളിക്കാതെ. എടാ സീരിയസ് ആയിട്ടാണ് പറയണത്. 15 ലക്ഷം രൂപ വരെ നമുക്ക് ഒരു ഇൻകം പ്രൂഫും ഇല്ലാതെ നമുക്ക് ലോൺ കിട്ടും. അത് ഇപ്പോൾ 15 ലക്ഷത്തിന് മുകളിലോട്ടാണെങ്കിൽ നമ്മൾ സാലറി സ്ലിപ്പോ അല്ലെങ്കിൽ നമ്മൾ ഐ ടി ആറിൻ്റെ സബ്മിറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ലോൺ കിട്ടും. പരിപാടി കൊള്ളാം, നീ ബാക്കി കൊണ്ട് പറഞ്ഞാൽ എങ്ങനെയെന്ന്. എടാ പരിപാടിയൊക്കെ ഉള്ള ഞാൻ പറഞ്ഞു തരാം. എടാ ഇപ്പം നിലവിൽ നിന്റെ വണ്ടിയാണ് ന്യൂ കാറിലാണ്, ന്യൂ കാർ ഇൻഷുറൻസ് ലോണിലാണ് ഉള്ളത്. ഇനി അത് യൂസ്ഡ് കാറിലോട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. ബാക്കി ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇ എം ഐ കൂടിയാലും സീനില്ല, എനിക്കിപ്പം ക്യാഷ് കിട്ടില്ല, ഞാൻ മൊത്തത്തിൽ പെട്ടു. നീ എന്തെന്ന് വെച്ചാൽ ചെയ്തു. എടാ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നീ ഫണ്ട് എടുക്കാതെ ഞാൻ നിനക്കൊരു ഇൻസ്റ്റാ നെയിം സജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവരെ വാട്സപ്പ് നമ്പർ എന്തെങ്കിലും ഉണ്ട്, അത് നീ അവർക്ക് ഒന്ന് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. അവർ ബാക്കി എല്ലാ കാര്യം സെറ്റാക്കി തരും. നീ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ സെറ്റ്, ഞാൻ ഇന്ന് തന്നെ അവരെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കാം. നീ എന്തായാലും ഈ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്, സെറ്റാണ്.